റിജി, ഷോൺ ജോർജ് BJP-കാരൻ ആ ഒരു കപ്പാസിറ്റിയിലല്ല വാർത്താ സമ്മേളനം നടത്തിയത്. ഈ അല്ല പരാതി ഉന്നയിച്ച ഒരാൾ എന്ന നിലയിൽ SFIO ED അന്വേഷണമൊക്കെ ഇദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോൾ സ്വാഭാവികമായി ആ ഒരു കപ്പാസിറ്റിയിലാണ്, പരാതിക്കാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതിനെ ഇപ്പം BJP ഏറ്റുപിടിച്ചില്ല. നിങ്ങൾക്ക് ഒരു കൃസംഗി ആയതുകൊണ്ടാണ് പിന്നെ റിജിക്ക് കൊണ്ടത് എന്ന് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ടോ? ആ വസ്തുത ഇല്ലെങ്കിൽ അത് നിരാകരിക്കാൻ എന്തുകൊണ്ട് കാലതാമസം? അതാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു CPM വക്താവിന്, നിങ്ങൾക്ക് വക്താക്കന്മാരുടെ പഞ്ഞൊന്നുമില്ലല്ലോ, ഏതെങ്കിലും ഒരു CPM വക്താവിന് പറയാലോ ഇത് ശുദ്ധ അസംബന്ധമാണെന്ന്. എന്തുകൊണ്ട് താങ്കളിപ്പോൾ പറഞ്ഞു BJP ഇത്ര സമയമായിട്ട് എന്തുകൊണ്ട് BJP-യുടെ ഔദ്യോഗിക നേതൃത്വം ഇത് ഏറ്റെടുത്തില്ല എന്നുള്ള പരാതി ഉന്നയിക്കുന്ന റെജി, താങ്കൾ CPM നേതാക്കന്മാരോട് ചോദിക്കൂ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് നിരാകരിച്ചില്ല, നിഷേധിച്ചില്ല? പറയൂ. അനിൽ പറഞ്ഞതിനകത്ത് വലിയ അബദ്ധമുണ്ട്. അതിലങ്ങനെ എനിക്ക് പാർട്ടിക്ക് എതിരെയൊക്കെ സംസാരിക്കാത്ത നിങ്ങളുടെ പ്രൊഫഷനാ. പക്ഷെ പറഞ്ഞതിനകത്തൊരു അബദ്ധമുണ്ട്. അതായത് BJP-യുടെ നേതാവായിട്ടല്ല, ഒരു വ്യക്തിയുള്ള നിലയ്ക്കാണ് ഈ പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സന്ദീപ് വാര്യരെ പാർട്ടി അയച്ചിരിക്കുന്നത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ അത് തന്നെ വിരോധാഭാസത്തിൽ. അങ്ങനെയുള്ള മനുഷ്യൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്നറിയോ? അത് കേട്ടായിരുന്നോ? ഞാൻ BJP-യുടെ ഔദ്യോഗിക നേതൃത്വമായിട്ട് ഇന്ന് രാവിലെയും ഇന്നലെയായിട്ട് ഫോണിൽ സംസാരിച്ച് അനുമതി ശേഷമാണ് പത്രസമ്മേളനം നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് BJP-യുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ്, സാധാരണ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നതാണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ? ചെയ്തില്ല. എന്റെ കാരണം എന്തുകൊണ്ടാ? അവർക്കറിയാൻ നാണക്കേടാവുന്നുള്ളവരും പിന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവരുടെ ബാധ്യതയാണ്. സന്ദീപ് പോലും എത്ര അഗ്രസീവായിട്ട്, എത്ര ഫൈറ്റിംഗ് മെന്റാലിറ്റി ചർച്ച പങ്കെടുക്കുന്ന ആളാ. ആ സന്ദീപ് പോലും ഇന്ന് പറഞ്ഞത് എന്താ? ഇതൊക്കെ നിഷേധിച്ചാൽ മതിയായിരുന്നില്ല, പ്രശ്നം തീർന്നോളൂ സന്ദീപ് പറഞ്ഞേ. സന്ദീപിനറിയാം, വളരെ ക്ലവറായ ആളാ സന്ദീപ്. സന്ദീപിന്റെ വീര്യം കുറഞ്ഞു പോയതിലാണ് പരാതി. അല്ലല്ല, ഞാൻ പറയുന്നത് കറക്റ്റാ. സന്ദീപ് എന്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാ. ഞങ്ങളാണ് ശത്രു രാഷ്ട്രീയം കാണത്തില്ല. സന്ദീപ് പറഞ്ഞു പോലും ഇത് തന്നെയാ. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞ സന്ദീപ് ഇത് വളരെ ക്ലിയറാ. അതായത് ഇപ്പൊ സന്ദീപിനെ കുറിച്ച് റെജി ലൂക്കോസ് ഒരു ആരോപണം ഉന്നയിക്കുക പത്രസമ്മേളനത്തിൽ, താങ്കളെ വ്യക്തിഗത രീതിയിൽ. ഞാൻ അതിനുള്ളത് എന്തെങ്കിലും പത്രസമ്മേളനത്തിൽ കാണിക്കുമ്പോൾ ഒരു തെളിവ് ഹാജരാക്കണം. ഇല്ലെങ്കിൽ സന്ദീപിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമല്ലേ? അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ധാർമ്മികത അനുവദിക്കുന്നുണ്ടോ? ഇന്ന് ഈ വ്യക്തി ചെയ്തതല്ലേ വീണ തൈക്കേണ്ടി എന്ന് പറയുന്ന യുവതി എല്ലാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിച്ചും അവർക്ക് പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്ന് പണം വരുന്നു, ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് പണം വരുന്നു, അതുപോലെ തന്നെ മസാല ബോണ്ടിന്റെ പേഴ്സണേജ് വരുന്നു. എവിടെയാണ് അദ്ദേഹത്തിന് തെളിവുള്ള മസാല ബോണ്ടിന്റെ അധിക്ഷേപിച്ച സ്വപ്നയെ അടക്കമുള്ളവർക്കെതിരെ എന്തുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചില്ല? എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തില്ല? എത്ര കാലമായി പറയുന്നു മുഖ്യമന്ത്രി കുടുംബസമേതം കൊള്ള നടത്തുകയാണെന്ന്? അതിൻ്റെ തെളിവുകളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ലേ? മാത്രമല്ല ഡോളർ കടത്തി അതിൻ്റെ തെളിവുകൾ പോലും 164 സ്റ്റേറ്റ്മെന്റ് പോലും കോടതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ്? അതായത് ഈ ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി, CPM നേതാക്കന്മാർ എന്തുകൊണ്ട്? ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പിന്നെ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ഒരു കേസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാനമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? ഒറ്റ മറുപടി അതിനകത്തുള്ളൂ. ഈ സ്വപ്ന സുരേഷ് മറുപടി പറയാനായിട്ട് ഞാൻ മനഃപൂർവ്വം പറയായിരുന്നതാ. കാരണം അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ ആരോപണങ്ങളുമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ CBI അതുപോലെ തന്നെ ED പോലെയുള്ള 5 ഏജൻസികൾ വന്നു. പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, അവർ തിരിച്ചുപോയി. എന്തുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് നിങ്ങൾ തെളിവ് കണ്ടെത്താത്തത്? എന്തുകൊണ്ട് ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ തെളിയിച്ചില്ല? നിങ്ങളില്ലേ ഈ പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ലേ ഈ ഏജൻസികളെല്ലാം? അവരോട് പറഞ്ഞു നടന്നല്ലോ. അവസാനം ഹൈക്കോടതി ചോദിച്ചില്ലേ തെളിവുണ്ടോ? അവസാനം തെളിവില്ല എന്ന് പറഞ്ഞവർക്ക് പുറകോട്ട് പോരേണ്ട വന്നു. എന്തുകൊണ്ട് അത് സാധിച്ചില്ല? ഞങ്ങളോടാണ് ചോദ്യം ചോദിക്കണേ. നിങ്ങൾ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളോടാണ് നിങ്ങൾ ചോദിക്കണ്ടേ. എവിടെ? ഇപ്പൊ 2ാം വട്ടം പിണറായി വിജയൻ 3 വർഷം പൂർത്തീകരിച്ചില്ലേ? എവിടെ നിങ്ങളുടെ ഏജൻസികൾ? അവിടെ നാണം കെട്ട് പത്തി മടക്കിയില്ലേ? അതിനാണോ നിങ്ങൾ സ്വപ്ന സുരേഷ് കൂട്ടുപിടിച്ചിരിക്കുന്നത്? ഇന്ന് ഷോൺ ജോർജ് ആ പത്രസമ്മേളനത്തിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ ആരോപണങ്ങളെ ശരിയാണെന്ന് പറഞ്ഞപ്പോഴേ ഒരു പത്രക്കാരൻ ചോദിച്ചു എന്ത് ആരോപണങ്ങളാണെന്ന് ചോദിച്ചു. ഞാനത് മുഴുവൻ കേട്ടൊരാളാ. ആ മനുഷ്യന് മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞ് സ്വപ്ന സുരേഷിനെ പിടിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് ഇപ്പൊ സംരക്ഷിക്കുന്ന ആരാ? BJP അല്ലേ? അവർക്ക് അന്നവും പാർപ്പിടവും കൊടുത്ത് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
BJP എതിർത്തൊരു സ്ത്രീയല്ലേ? അവരാണ് തെളിവുണ്ടോ? BJP ആണ് സംരക്ഷിക്കുന്നതെന്ന് തെളിവുണ്ടോ താങ്കളുടെ പക്കൽ? സംശയം കാര്യത്തില് തെളിവ് പറ. ചെല്ലും ചെലവ് കൊടുക്കുന്ന BJP ആണ്. സ്വപ്നയ്ക്ക് ചെല്ലും ചെലവിനും കൊടുക്കുന്ന BJP ആണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് റെജിയുടെ പക്കൽ? തെളിവ് ഞാൻ പറയാന്നേ. BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു NGOയിൽ അവര് പാലക്കാട് അട്ടപ്പാടി കേന്ദ്രമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ റെജി പത്രം വായിക്കാറില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ചർച്ചയിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ, പത്രം വായിക്കാറില്ല, മാധ്യമങ്ങൾ കാണുന്നുമില്ല. അനിലെ അതൊന്നും പറഞ്ഞ് കൗണ്ടർ ചെയ്യേണ്ട, വിജയിക്കത്തില്ല. ഇന്ന് ഈ ചർച്ച നിങ്ങൾ ഏത് രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ ഇത് കേൾക്കുന്ന കടുത്ത RSS BJP-ക്കാർക്ക് പോലും ഇതൊരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ഇയാണ് കൊണ്ടുവന്ന് പത്രസമ്മേളനം പറഞ്ഞത്.